നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? എന്ത് പായസം? സേമിയ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ പഠിപ്പിച്ചു തരാം. എന്നാ ശിവേട്ടൻ്റെ പിടി പിടി സാധനം മേടിച്ചിട്ട് എന്തൊക്കെയാണ്? പാല്, സേമിയം, നെയ്യ്, മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് സൗകര്യം. എത്ര കിലോ വേണം? കിലോനോ? അല്ല, എത്ര? ഒന്ന് ഉറക്കെ പറ. പാല് ഒരു പാലും കൂടെ. എത്ര ഉറക്കമുണ്ട? സേമിയം, നെയ്യ്, മിൽക്ക് മെയ്ഡ്. അപ്പൊ നമ്മൾ ഈ പാല് ഇതിലിതാണ് ഇവിടെ ചോറും കൂട്ടാനൊക്കെ വെക്കണം കേട്ടോ. പിന്നെ നല്ല കുട്ടിയാണ് കേട്ടോ. എനിക്ക് പാത്രം കഴുകി തരലുണ്ട്, പിന്നെ അടിച്ചു വാരി തരലുണ്ട്, പിന്നെ അതിനുള്ളു, വേറൊന്നുമില്ല. വേറെന്താ? ചെടി വെക്കാനൊക്കെ എന്നെ സഹായിക്കലുണ്ട്. ഇതൊക്കെ ചെയ്ത് തരലുണ്ട് കേട്ടോ. നല്ല കുട്ടിയൊക്കെ തന്നെയാണ്. പുകഴ്ത്തുണ്ട് വെച്ചിട്ട് ഉള്ളത്തെ നാവിന്റെ വലിപ്പം കൂട്ടണ്ട. അപ്പൊ ഇന്ന് നമ്മുടെ പായസം ഉണ്ടാക്കുന്നത് നമ്മളെ കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞിന് പായസം ഉണ്ടാക്കാൻ ഒച്ചുണ്ടാക്കില്ല. കുഞ്ഞിന് പായസം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? പാല് തിളപ്പിച്ചു, ബ്രൗൺ കളർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മള് കുറച്ച് മധുരം എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി അതൊന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാല് അത്ര മതി നിർത്തിക്കും. ഇനി പായസം കുടിക്കാൻ പൂതിയായില് പായസം ഉണ്ടാക്കി തരുമോ ചോദിച്ച് നടക്കണ്ട. ഓക്കെ, ഇതുപോലെ എനിക്ക് ഓരോന്നും ഞാൻ ഉണ്ടാക്കി തരാൻ പോവാണ്, പഠിപ്പിച്ചു തരാൻ പോവാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ജേറ്റോണം. ഓക്കെ, ഞാൻ സപ്രമഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കും. കുഞ്ഞു ചായ കൊണ്ടുവരൂ, കുഞ്ഞു കടി കൊണ്ടുവരൂ പറഞ്ഞിങ്ങനെ വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പാല് തിളക്കട്ടെ. ആ പാല് തിളച്ച് വരാറായിക്കണു. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കാൻ പാനെ. ഇനി ഈ സേമിയം പോവാതെ നമുക്ക് എന്ത് ഇത് വറുത്തതാണോ വറക്കാത്താണോ? അപ്പൊ വറുത്ത സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്ത കുറച്ചിട്ട് എടുത്ത് പോവരുത് കേട്ടോ. നടന്നോ? പൊറുക്കിട്. ഇതൊക്കെ ഞാൻ ചെയ്യലുള്ളതാണ്. പൊരിച്ചിട്ട് പെറുക്കട പൊറുക്കിയേ പെറുക്ക്. അതിട്ട് കൊടുക്ക. ഇട്ടോ അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിക്ക പോവരുത്. സേമിയിടാത്ത പായസമല്ലല്ലോ, പാലല്ലേ. കൊട്ടന കൊയങ്ങി ഒരു പായസം ഉണ്ടാക്കിയപ്പത്തിനു ഈ ഗ്യാസിന് കുറച്ച് ജാട കൂടുതലാ. ഞാനൊന്ന് പായസം ഉണ്ടാക്കിയപ്പോ എങ്ങനെയാണ് കളയാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ആരുണ്ടാക്കിയവരാണ് വൃത്തിയാക്കുക. നന്നാക്കി കൊടുക്കും. എന്താണ് കേട്ടില്ല? ആണോ? കുടിക്കുമ്പോ നല്ല രസം ഉണ്ടാവില്ലേ? വെറുതെ ഇരുന്നിട്ട് പായസം എന്ന് പറയുമ്പോ വരില്ലല്ലോ. ആയിക്കോട്ടെ, ഇളക്കി കൊടുക്കും. ഇനിയിപ്പൊ എന്തൊക്കെ ഇട്ട് നമ്മള് പായസം ഉണ്ടാക്കാൻ? പാക്കറ്റ് പാല് ഒഴിച്ചു, അര പാക്കറ്റ് വെള്ളം ഒഴിച്ചു, പിന്നെ നമ്മള് എന്താ തിളപ്പിച്ചു, പിന്നെ സേമിയ ഇട്ടു. ഇടയിൽ നമ്മള് സാധനം ഇട്ടു. പഞ്ചസാര ഇട്ടു, 2 കയ്യിൽ പഞ്ചസാര ഇട്ടു. പിന്നെ നമ്മള് റവ വറുത്തു, എന്നിട്ട് നമ്മള് സേമിയ ഇട്ടു, എന്നിട്ട് നമ്മള് ഇപ്പൊ ഇതിട്ടു. നമ്മള് മറ്റേ ഈ സാധനം വെക്കണം. ഇതും അണ്ടിപ്പരിപ്പും മുന്തിരി ഇഷ്ടമില്ലാത്തോണ്ട് മുന്തിരി ആരും കുടിക്കൂല. നമുക്ക് മുന്തിരി ഒഴിവാക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പും
അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒരു പായസം ഉണ്ടാക്കിയപ്പോ തളർന്ന്. എന്തായാലും ഏക്കർ സ്ഥലം മേടിക്കണ ഒരു സാധനം ഉണ്ടാക്കണെങ്കില് വേഗം നോയിക്കൂട്. മിൽക്ക് മേഡ് വെച്ചെടുക്ക്. ഞാൻ ആയിക്കട്ടെ. നമ്മളായിരിക്കും വേണ്ട കുറച്ച് ഞാൻ പറയാം. അത് കയ്യിലേക്ക് വെച്ചാൽ അങ്ങനെ ഇതിപ്പോ കൊച്ചു അവിടെ കുറച്ച് മേത്താക്കി ചൂടാവുള്ളൂ. ആ മതി 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 മതി. നമ്മള് മിൽക്ക് മേഡ് വെച്ചെടുക്കാം. മിക്സ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കേട്ടോ ഒറ്റക്ക് ഉണ്ടാക്കണം. എന്തായാലും സാധനം മറന്ന അമ്മ ഉണ്ടാക്കി എന്ത് വേണം? ഒരു നുള്ളു അമർത്തി കൊടുക്കാം. അമർത്തിക്കോ, കുറച്ച് മതി. ഞാൻ ഒഴിച്ചുതരാം. നമ്മൾ നേരെ ഇതിക്ക് ഒഴിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അതിനാന്റെ പായസം റെഡി ആയിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാട്ടാണ്ട് കുടിച്ചു നോക്കാം. ഓക്കെ, ഇത്ര വരെ ഉണ്ടാക്കിയ പായസം കണ്ടോ? കാണാനൊക്കെ ചുരുക്കുണ്ട്, കൈ നല്ല പൊള്ളുന്നുണ്ട്. നമുക്ക് കുടിച്ചു നോക്കിയിട്ട് പറയാം. ഓനെവിടെ നമ്മള് പെർമനന്റ് ആക്കണം അതോ ടെമ്പററി പോസ്റ്റിൽ കയറ്റണം എന്നുള്ളതൊക്കെ കുടിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പായസം ആയതുകൊണ്ട് ഞാൻ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.